ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് ഇന്നത്തെ ഡ്യൂട്ടി കാണിച്ചു തരാം കേട്ടോ. പിന്നെ എന്താണ് ഡ്യൂട്ടി എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇന്ന് ഞങ്ങളെ വർക്ക്. ഇതിൻ്റെ പേര് ഇത്തിക്കൽ ഇസ്തുബിജസ്നാണ്. ഇതെന്താ നടക്കുന്നത് അനിത കേട്ടോ. പിന്നെ 125 ഗ്രാമാണ് എടുക്കുന്നത്. 125 ഗ്രാമിലാണ് അത് കുറച്ചുകൂടെ തൂക്കുന്നുണ്ട്. കുറച്ചുകൂടെ തൂക്കി എടുക്കുന്നുണ്ട്. 125 ഗ്രാം ഞാൻ പറയണോ? എന്നിട്ട് അവിടെ തൂക്കിയിട്ട് നോക്കിടക്കും. വെയിറ്റ് എടുക്കുന്നത് 25 വരെയാണ് അളവ് കണക്ക്. പക്ഷേ ഞങ്ങളത് കുറച്ചധികം ആക്കിയിട്ട് 28, 29 ആ ലെവലിലാണ് നമ്മളിതിങ്ങനെ തൂക്കി കൊടുക്കുക. തൂക്കം കുറഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഇവിടെ നിന്ന് ഇങ്ങനെ തുടച്ച് ക്ലീൻ ചെയ്യും. രണ്ടോ ക്ലീൻ ചെയ്ത് കണ്ടില്ല കവിത ചേച്ചിയാണ് എൻ്റെ ഡ്യൂട്ടി ഇതാണ്. അത് കഴിഞ്ഞ് ചേച്ചി തോനെ ക്ലീൻ ചെയ്യാനായിട്ട് ഇരിക്കുക അല്ലേ? അതെ, ഇതൊക്കെ ചേച്ചി ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ചേച്ചിക്ക് പിന്നെ കുറച്ച് പ്രായമുള്ളതുകൊണ്ട് നമ്മൾ കൊടുത്തൊരു പണിയാണ് ഇങ്ങനെ ഇരുന്ന് നല്ല വൃത്തിക്ക് ചെയ്യാൻ. അതൊരു ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള കവിത ചേച്ചിക്കാണ്. അതിൻ്റെ പരിഗണനയൊന്നും ഞങ്ങൾ കൊടുക്കാറില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങളെക്കാളും ഉഷാറാക്കി കവിത ചേച്ചി. അപ്പോൾ ഇതാ തുടച്ച് വെച്ച് നല്ലോണം തുടച്ച് ക്ലീൻ ചെയ്ത് പിന്നെ സീൽ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാം. സീൽ ചെയ്യേണ്ട ഫാത്തിമത്താത്ത എടുത്ത് പോകുന്നുണ്ട്. ഫാത്തിമത്താത്തക്ക് സോപ്പിലാണ് പണി. തിരക്കുണ്ടാവുമ്പോൾ ഇവിടെ വരുന്നതാണെന്ന് പറയും. ഫാത്തിമത്താത്തിൻ്റെ മെയിൻ ജോലി സോപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷെ എന്നാൽ അവിടെ കുറച്ച് തിരക്ക് കുറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് തിരക്ക് കൂടിയതുകൊണ്ടും ഇങ്ങോട്ട് വിളിച്ചതാണ്. അതാ ഫാത്തിമത്താത്ത സീൽ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാം. ഞങ്ങൾ ഇങ്ങനെയാണ് ഇവിടെ സീൽ ചെയ്യൽ. ഇങ്ങനെ നമ്മൾ സീൽ ചെയ്ത് കഴിഞ്ഞാൽ ഫാത്തിമത്താത്ത ഇങ്ങനെ സീൽ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. സീൽ ചെയ്തത് നമ്മൾ നല്ലോണം നോക്കിയിട്ട് ഇവിടെ ഇങ്ങനെ വെക്കും. ലാസ്റ്റാണ് കൗണ്ട് ചെയ്യുക. ഞാൻ നിറച്ചതൊക്കെ ഇങ്ങനെ മൂടിയിട്ട് എടുത്ത് വെക്കും. ഞങ്ങൾ മുട്ടി കേട്ടോ മൂടിയിരുന്നത്. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വർക്ക്. ഇനി ഇനി നമ്മൾ മൂടിയിട്ട് വെച്ച മെഡിസിനെല്ലാം നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണ് സ്റ്റോറിൽ കൊണ്ടുപോയി വെക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും കൂടി ഉണ്ട്. ഫാത്തിമയുടെ മെയിൻ ജോലി ഇതാ ഗുളിക ഉണ്ടാക്കുന്ന ജോലി. ഫാത്തിമ എന്താ ഗുളികൻ്റെ പേര്? മുസാഫിക്കൽ എന്നാണ് ഗുളികൻ്റെ പേര്. മെയിനായിട്ട് അത് ജോലി ഇതാണ്. അങ്ങനെയാണ് ഗുളിക ഉണ്ടാക്കുന്നത്. ഇതങ്ങനെ ആദ്യം വെള്ളം കൊണ്ടു വെച്ചിട്ട് ഈ പൗഡർ കൊടുക്കുന്നത് അങ്ങനെ പൗഡർ കൊടുക്കുന്നത്. അങ്ങനെ ഈ ചെറിയ ഗുളിക അങ്ങനെ പൗഡർ കൊടുത്തിട്ട് വെള്ളത്താക്കി വെക്കും. അപ്പോൾ ഇതാ ഉണ്ടാക്കിയ ഗുളിക ഈ ഒരു വലുപ്പത്തിലാക്കി എടുക്കും. ഈ ഒരു വലുപ്പത്തിലാവുമ്പോഴാണ് ഈ ട്രയലിൽ വെച്ച് നമ്മൾ ഉണക്കുന്നത്. ഇത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ബോട്ടിലാക്കി സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണ് പുറത്തേക്ക് കൊടുക്കുക. ഇത് അതിൻ്റെ സ്റ്റിക്കറായിട്ടോ. ഇത് നമ്മൾ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് വരക്കണം. ആദ്യം വരച്ചതിന് ശേഷം നമ്മൾ ബോട്ടിലിൽ ഒട്ടിക്കും. ഓക്കെ, അപ്പോൾ ഞാനിതാ സ്റ്റിക്കർ വരച്ച് കഴിഞ്ഞ് ഇത് ഒട്ടിക്കാൻ വേണ്ടി പാക്കിംഗ് ഏരിയയിലേക്ക് പോവുകയാണ്. സ്റ്റിക്കർ നമ്മൾ ഈ പാക്കിംഗ് ഏരിയ നല്ല കേട്ടോ വരക്കുന്നത്. ഇത് വരക്കാൻ ഫ്രണ്ടിൽ ഒരു ഗ്ലാസ് ഇട്ടിട്ട് ചെറിയൊരു മേശയുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് വരയ്ക്കുന്നത്. വരച്ച് കഴിഞ്ഞാൽ ഞാൻ സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടി പാക്കിംഗ് ഏരിയയിലെത്തി. ഇനി ആ സ്റ്റിക്കർ ഒട്ടിക്കണം. അപ്പോൾ ഇതാ വരച്ച് കൊണ്ടുപോകുന്ന സ്റ്റിക്കർ നല്ലോണം വരച്ച് കൊണ്ടുവന്നിട്ടുള്ള സ്റ്റിക്കർ അതിങ്ങനെ കട്ട് ചെയ്ത് എടുത്തത് ബോട്ടിൽ ഒട്ടിക്കുന്നുണ്ട്. അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണ് ഈ സ്റ്റിക്കർ ഒട്ടിക്കുന്നത്. കറക്റ്റ് നേരെ തന്നെ ലെവലാക്കി ഒട്ടിക്കണം. തുണിയൊന്നുമില്ല, നല്ലതിൽ ഒട്ടിച്ചെടുക്കും. അപ്പോൾ കറക്റ്റാക്കി തന്നെ ഒട്ടിക്കണം. ഒരു ചുളിവോ ഒന്നും വരാതെ നമ്മൾ ഒട്ടിച്ച് വേണം ഒട്ടിക്കാൻ. നല്ലപോലെ ഒട്ടിക്കാൻ സ്റ്റിക്കർ ഒട്ടിച്ച്
ഇതിന് 14 ബോട്ടിൽ, ഇതിന് 15 ബോട്ടിൽ. എണ്ണ തെറ്റിയോ? അതിനാണ് പറ്റില്ല. ഞാൻ എണ്ണ തെറ്റിയില്ലല്ലേ? കറക്റ്റ് എണ്ണ നിൽക്കണതാണ് ഇതിന് 16. അത് ഈ ബോട്ടിൽ മാറ്റം കുട്ടിയുണ്ടോ? ആ ബോട്ടിൽ മാറ്റമുണ്ടോ? ഈ ബോട്ടിൽ തമ്മിൽ വ്യത്യാസമുണ്ടോ? അതിന്റെ ബോട്ടിലെ വ്യത്യാസം കൊണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കില്ലേ ഒന്നും തെറ്റിണ്ടാവില്ല. ഞങ്ങൾ എന്നെ തെറ്റാണ്ടായിരുന്നു എന്നത് എന്താ വിചാരിച്ചു? ചേച്ചി അല്ലെങ്കിൽ ഗുളിക നടക്കണ എക്സ്പേർട്ടാന്ന് പറഞ്ഞിട്ടില്ലേ ചേച്ചി? ഇതൊക്കെയാണ് ഞങ്ങളുടെ പേക്കിംഗ് ഏരിയയിലെ വിശേഷങ്ങൾ. ഞങ്ങളിങ്ങനെ കേട്ടോ തല്ലുകൂടി കഥ പറഞ്ഞ് ചിരിച്ച് കളിച്ചൊക്കെയാണ് ഞങ്ങൾ പേക്കിംഗ് നടത്തുന്നത്. അവിടെ ഭയങ്കര കാലുപിടുത്താ. അറിയാണ്ട് സ്കൂളൊക്കെ തട്ടിപ്പോയില്ലോ. ഇതെന്താ പ്രശ്നം? എല്ലാം അങ്ങനെ വെയിറ്റ് എടുക്കാണ്ട് അങ്ങനെ കൂടി കിടക്കുന്നുണ്ടല്ലോ. നമുക്ക് സ്പീഡിൽ പണിയെടുത്തൂടെ? എന്നാ അങ്ങോട്ടേ മാറുന്നോ ചേച്ചി? ഇവിടെ ഇരുന്ന് നിങ്ങൾ എന്നല്ലേ തുടക്കാം? ഞാൻ തുടക്കാം. കുറച്ചോ നീ കുറച്ചോ? ഞാൻ വെയിറ്റ് എടുക്കാം. ഞാൻ ആ സ്പീഡ് എന്നാ ചേച്ചി വെയിറ്റ് എടുത്തു. അതിൻ്റെ കാലി ബോട്ടിൽ എടുക്കാം അവിടുന്ന്. ഇത് കാലി ബോട്ടിൽ ഇല്ല എനിക്ക്. ഇത് വേണ്ട. 2-3 കൊണ്ടാ. അയ്യോ ബോട്ടിൽ എനിക്ക് ചടി ബോട്ടിൽ. ഇത് കെയ്യിട്ട് കൊണ്ടുവന്ന് വെച്ചാൽ മതി. ഞാൻ തുടക്കില്ല കേട്ടോ. ഞാനല്ല പണിയെടുക്കും. പാവം ഞാൻ അതിന് ആത്മഹത്യ ചെയ്യാൻ തോന്നിക്കാരി. നല്ല വൃത്തിക്ക് തുടച്ചോട്ടെ. ഒക്കെ വെയിറ്റ് അധികമാണ് ഇത്. കുറേശ്ശെ നിറക്കി. ഇതൊക്കെ എത്രയാ തൂക്കം വരുന്നത്? വെയിറ്റ് എടുക്കാനല്ലേ? എന്നാൽ ഇത്ര അധികം വേണോ? അതെന്താന്ന് എനിക്ക് കാലി ബോട്ട് ചെമ്പത്തെ തീരണോ? അതന്നെ വേഗം നിറച്ചിടണം കേട്ടോ. ഇത് കണ്ടോ ചേച്ചിയെ? ഇത് ഞാനല്ല കേട്ടോ ആക്കിയത്. നമുക്ക് അനിതാക്കി വെച്ചത് കണ്ടോ? അത് സാരല്ല. ഇത് എത്രയും ബോട്ടിലൊക്കെ ആകാണ്ട് നിറച്ചല്ലേ. ഇത് ഒന്നല്ലേ ഇത് അതിനൊക്കെ ചെയ്ത് അറിയാൻ കഴിഞ്ഞ ഇതാ ഫുള്ള് ക്ലീനാക്കിയിരിക്കുന്നല്ലേ? ഞാനിത് ഏറ്റാ പിന്നെ തീർത്തിട്ടേ എനിക്ക് നടക്കുന്ന പരിപാടി കഴിഞ്ഞു. സമയം എത്ര 12:21 ഒന്നരാമത്തേന് ഫുള്ള് കഴിയൂലേ? ഇത് കഴിഞ്ഞാൽ ഇനി എണ്ണ എടുക്കട്ടെ. കൗണ്ടിങ് ചെയ്യുമ്പോൾ ആരും മിണ്ടാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾ ആരും മിണ്ടില്ല. അഞ്ചെണ്ണം വെച്ചതാണ്. 304 എണ്ണ ഉണ്ട്. 304. സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞിട്ടോ ഫുള്ള് ഫിനിഷാക്കി. ഫുള്ള് സ്റ്റിക്കർ ഒട്ടിച്ചതാ ഇവിടെ വെച്ച്. പിന്നെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായി. 1:30 നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങളെ മേലെ റൂമിലേക്ക് പോവുക. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാം. മേലേക്ക് നടന്ന് പോകാം കേട്ടോ. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. വിശപ്പിൻ്റെ പാട്ടാട്ടങ്ങൾ കേൾക്കുന്നത്. നല്ല വിശപ്പ്. പാട്ടൊക്കെ താനേ ഉള്ളിൽ നിന്ന് വരിക. നമ്മളെ റൂമോ? ഓക്കെ. അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാം. ഞങ്ങൾ ഇന്നത്തെ ദിവസം അപ്പോൾ ഞങ്ങൾ രാവിലെ 9 മണി മുതൽ 1:30 വരെയുള്ള ഡ്യൂട്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച് അടുത്ത ഡ്യൂട്ടി വേറെയാണ് ഉണ്ടാവുക.
അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വീണ്ടും വരാം. സന്ധിക്കും വരേക്കും വണക്കം. ബൈ.